സുഹൃത്തുക്കളെ, രാമശ്ശേരി ഇഡലി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ ജസ്റ്റ് കണ്ടുപിടിച്ചോളൂ. ഇത് ഞങ്ങൾ തന്നെ വീട്ടിൽ തയ്യാറാക്കിയ ഞങ്ങളുടെ തന്നെ മൺചട്ടി, മൺകലം, അതിലൊരു തുണി വെച്ച് കെട്ടി രാമശ്ശേരി ഇഡലി ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. പക്ഷേ അന്യായ സക്സസ് ആയിരുന്നു കേട്ടോ, ഒരു രക്ഷയില്ല. ഇപ്പം നോക്കിക്കോ, അടച്ചു വെച്ചു. ഇത് എല്ലാം വീട്ടിലുള്ള സാമഗ്രികളാണ് അടച്ചു വെച്ചേക്കുന്നത്. ഏകദേശം ഒരു 5 മിനിറ്റ് അല്ലെ 5-7 മിനിറ്റ് കുക്ക്ഡ് ആയി വരും. നല്ല സൂപ്പർ ഇഡലി ആയിരിക്കും. നിങ്ങൾ നോക്കിക്കോ, ഏകദേശം 7 മിനിറ്റ്, കൃത്യം പറഞ്ഞാൽ 7 മിനിറ്റ് അല്ലേ, അത്രയും ഞങ്ങൾ വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ഈ ഒരു ഐഡിയ ഞങ്ങളുടെ സ്വന്തം ഐഡിയ ആണ് സുഹൃത്തുക്കളെ. ഇതിന്റെ പേറ്റന്റ് ഞങ്ങൾക്കാണ്. കണ്ടോ 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 കുറച്ച് സൈഡിൽ അത്രയും വെള്ളം ഒഴിച്ചപ്പോൾ ഉണ്ടല്ലോ, ഇതങ്ങനെ തുണിന്ന് പൊങ്ങി അങ്ങ് വന്നു. കണ്ട, അപ്പം അതും ഞങ്ങളുടെ സ്വന്തം ഐഡിയയാണ്. പിന്നെ ഈ കലം കണ്ടല്ലോ, രാമശ്ശേരി ഇഡലിയൊക്കെ ഉണ്ടാക്കുന്നത് വേറെ പല രീതിയിലാണ്. അതിനുവേണ്ടി പ്രത്യേകം പാത്രങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ ഇവിടെ 2 മൺകലം, ഇതിൽ പക്ഷെ അങ്ങനെ ഒന്നും ചെറിയ കലമായിരുന്നു. അതെ, ഇച്ചിരി കുഴിഞ്ഞ പാത്രമായതുകൊണ്ട് ഇച്ചിരി വരാൻ ബുദ്ധിമുട്ടാ. ഇത് നല്ല പറന്നിരിക്കുന്ന പാത്രമായതുകൊണ്ട്. അപ്പൊ ഈ പാത്രത്തിനകത്ത് വേറെ ഒന്നും ഞങ്ങൾ ചെയ്തില്ല. പെട്ടെന്ന് കുറച്ച് വീഡിയോസ് കണ്ടപ്പോ ഇത് ഇങ്ങനെ ഒരു ഇഡലി കഴിക്കണമെന്ന് തോന്നി. അപ്പം സാധാരണ ഒരു ഒട്ടിപ്പിടിക്കാതെ വരുന്നുണ്ടാ. ഓ, എനിക്ക് വയ്യ. സൂപ്പർ. അപ്പം സാധാരണ ഒരു മൺകലം, നല്ലൊരു വൃത്തിയുള്ള ഒരു തുണി എടുക്കുക, അതതിനെ മണ്ടയ്ക്ക് വെക്കുക, ഇങ്ങനെ കെട്ടി വെക്കുക. അതിനുശേഷം ഇങ്ങനെ ഒഴിക്കുക, ഒന്ന് പരത്തില്ലേ, അതെ, ഇങ്ങനെ പരത്തുക. അതിനപ്പുറം അതിനുശേഷം ആവി ഒട്ടും പോകാത്ത രീതിയിൽ ഇതുപോലെ എന്തെങ്കിലും സാധനം നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അതങ്ങനെ വെച്ചിട്ട് അടച്ചു വെക്കുക. ഒരു 7 മിനിറ്റ് കൊണ്ട് അത് നല്ല ഒന്നാന്തരം ഇഡലിയായിട്ട് രൂപാന്തരപ്പെട്ട് വരും. ഇതിപ്പോ രാമശ്ശേരി ഇഡലിയുടെ ഡ്യൂപ്പാണ്. പത്തനംതിട്ടക്കാരുണ്ടാക്കിയ രാമശ്ശേരി ഇഡലിയുടെ ഡ്യൂപ്പ് അല്ലേ.